നിശാശലഭം തൊട്ടുണർത്തും യാമമായി നറുമഞ്ഞുമി നിലാക്കുളിർ ഒന്നു ചേരും നേരമായി. പാട്ട് നിർത്താനല്ലേ ആദ്യ രാത്രിയായിട്ട് കല്യാണം മുടങ്ങിയിരിക്കുന്ന എന്നെ പാട്ടിട്ട് മൂട് കയറ്റുന്ന എന്താ പറയാനാണ്. കല്യാണ പന്തറിൽ അടിയുണ്ടായി ഞാൻ ഈ കോലത്തിലായില്ലായിരുന്നെങ്കിൽ, എന്റെ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും പിണങ്ങി പോയില്ലായിരുന്നെങ്കിൽ, ഈ ആദ്യ രാത്രിയിൽ ഈ റൂമിൽ ഞാനും എന്റെ മഞ്ജുവും കൂടെ പ്രണയമേ അരികിൽ വന്നു ഒരു സുഖമുറവിയിലുരുകുകയാണിൻ ഹൃദയമേ വെറുതെ നിന്നു എനിക്കറിയായിരുന്നു കല്യാണ പന്തലിൽ നിന്ന് പിണങ്ങിപ്പോയാലും ആദ്യ രാത്രി ആവുമ്പോ നീങ്ങി വരുമെന്ന്. അമ്മ എന്താ? ഞാൻ കരുതി പെണ്ണാന്ന്. ഞാൻ പെണ്ണല്ലേ? അല്ല ആണ്. ഞാൻ വിചാരിച്ച കല്യാണ പെണ്ണാന്ന് ഞാൻ കരുതുന്നത്. നീ എങ്ങനെയാടാ കല്യാണ പെണ്ണാകുന്നത്? നീ കല്യാണ ചെറുക്കനല്ലേ, അവളല്ലേ കല്യാണ പെണ്ണ്? ആ കല്യാണ പെണ്ണാണ് ഇപ്പൊ വന്നതെന്ന് വിചാരിച്ചു പോയി ഞാൻ. അത് കല്യാണ മണ്ഡപത്തിൽ തന്നെ ആ കല്യാണം മുടങ്ങിയില്ലേ? നിങ്ങളുടെ അമ്മാവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ആ കല്യാണം മുടങ്ങിയത്, മനസ്സിലായോ? എടാ കൊച്ചെ, നീ എല്ലാവർക്കും 501 രൂപ വീതം ദക്ഷിണ കൊടുത്തു. കുഞ്ഞമ്മാവന് മാത്രം നീ 101 രൂപ കൊടുത്തത് കൊണ്ട് അത് ചോദിക്കാനല്ലേ മണ്ഡപത്തിലോട്ട് അങ്ങേര് വന്നത്? അത് തെറ്റാണോ? താലി കെട്ടാൻ നേരം അത് പേടിച്ച് അയ്യത്ത് കളഞ്ഞിട്ട് പെണ്ണിനെയും തട്ടി കളഞ്ഞിട്ടല്ല എന്റെ ചെക്കനെ എന്തിയേന്ന് ചോദിക്കണത്. കളവനെ ഞാൻ അവിടുന്ന് പിടിച്ചോണ്ട് പോയി സദ്യാലയത്തിൽ കൊണ്ടിരുത്തി. അവിടെ എന്തിനടിയുണ്ടാക്കി? ഇരുന്നിടത്തുനിന്ന് എണീച്ച് ഒരു പപ്പടം എടുത്ത് അങ്ങോട്ട് ഇരുന്നപ്പോ കസേരയും കൊണ്ട് ആരാണ്ട് പോയി. അത് ചോദിച്ചത് കുറ്റമാണോടാ? അവിടെ തുടങ്ങിയ പപ്പടയാടി വന്ന് നിന്നത് എന്റെ കല്യാണ മണ്ഡപത്തിലാ. മണ്ഡപത്തിൽ വെച്ച് മണവാട്ടിയുടെ മണ്ടയ്ക്ക് കിട്ടിയെന്നാ ഞാൻ കേട്ടത്. അമ്മാതിരി കീച്ചല്ലേ അമ്മാവൻ കൊടുത്തത്. അവളിപ്പോ വീട്ടിൽ എന്നെ ഓർത്തോണ്ടിരിക്കുവായിരിക്കും. ഏതെങ്കിലും ഓർത്തോ ഡോക്ടറുടെ വീട്ടിൽ ഇരിക്കുകയായിരിക്കും. അമ്മാതിരി അടിയാ അമ്മാവൻ കൊടുത്തേക്കുന്നത്. അവരെ വീട്ടുകാരെ ആര് പറഞ്ഞു സമാധാനം? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അവരെ പറഞ്ഞ് മനസ്സിലാക്കി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്റെ കൊച്ചേട്ടനും വല്യേട്ടനും പോയിട്ടുണ്ട്. ആര് പോയെന്ന്? എന്റെ കൊച്ചേട്ടനും വല്യേട്ടനും. കൊച്ചേട്ടനാന്നെ ചെവിയും കേൾക്കത്തില്ല, വല്യേട്ടനാന്നെ സംസാരിക്കത്തില്ല. ആരോട് എന്നാ പണയാനായി പോയേക്കുന്നേ? നിങ്ങളുടെ അമ്മാവൻ എന്റെ കൈ കിട്ടിയാ പറഞ്ഞു കേട്ടോ. മക്കളെ, പുള്ളിക്കാരൻ ചെയ്തതെല്ലാം തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടേ മാപ്പി ഒതുക്കാൻ വേണ്ടി പുറത്തു വന്ന് നിൽപ്പുണ്ട്. ഞാൻ ആർക്കും മാപ്പൊന്നും കൊടുക്കത്തില്ല. ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. അത് നടക്കത്തില്ല. ആ കട്ടിലെങ്ങനെ നടക്കാനാ? എന്തുവാന്ന്? കട്ടിലെങ്ങനെ നടക്കാനാന്ന്? ഓടുന്ന കാണണം. കട്ടിലോ? നിങ്ങൾ ഇവിടുന്ന് ഓടുന്നാണ്. എറിഞ്ഞ ആപ്പിളറിഞ്ഞ പോയിക്കോളം. ഇതാരപ്പം വിളിക്കുന്നേ? മണിയമ്മേശ്ശേരി വിളിക്കുന്നു. ഹലോ, എന്ത് മണിയമ്മേശ്ശേരി? ഇല്ല, ഞാൻ എടുത്ത് കൈ പിടിച്ചേക്കുന്നേ ഉള്ളു. ഞാൻ ആപ്പിൾ നിന്നതിന് മണിയമ്മേശ്ശേരിക്ക് എന്താ? നിങ്ങളിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചാന്ന് പറ. നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ കൊണ്ട് ഒറ്റ പിടിക്ക് പിടിച്ച കട്ടിലാണ് അവിടെ കിടക്കണത്. അതിന് ഒറ്റ പൈസ നീ തന്നിട്ടില്ലേ അരുണേ? ഈ അവസ്ഥയിൽ തന്നെ നിങ്ങൾ വിളിച്ച് ചോദിക്കണത് കേട്ടാ. നമ്മൾ ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞ് തന്നെയാണ് വന്നത്. നിലമ്പൂർ കാട്ടിലെ കട്ടിലാണ്. കാട്ടിലെ കട്ടിൽ കട്ട് ചെയ്താ അങ്ങോട്ട് പോ. കാടും കട്ടിലും ആപ്പിളും. ഇയാളെന്തിനാ ഞെട്ടിയത് അമ്മാവ? ഇയാൾക്ക് മാത്രം അങ്ങ് ഞെട്ടിയാൽ മതിയോ? എനിക്കും ഞെട്ടണം. ആരോട് ചോദിച്ചോണ്ട് അതിനകത്ത് കയറി വന്നു നോക്കട്ടെ. ഇതിനകത്ത് ആരുമില്ലല്ലേ? ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. നിനക്കെന്താ കല്യാണം മുടങ്ങിയപ്പോ ഭ്രാന്തായ? എടാ തറുതലക്കാരൻ അമ്മാവ, ഞാൻ അതല്ലേ ചോദിച്ചേന്ന്. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന്? എടാ, ഞാൻ ഇന്ന് രാവിലെ നിന്നോട് ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ തന്നതാണ്ട 101 രൂപ ദക്ഷിണ സഹിതം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്നും വേണ്ടേ? 501 രൂപ എല്ലാവർക്കും കൊടുത്ത് വന്നപ്പോ അമ്മാവന്റെ അടുത്ത് എത്തിയപ്പോ 500 രൂപ തീർന്നു പോയി. എന്നിട്ടും അവന്റെ കയ്യിലിരുന്ന 1 രൂപ കോയിൻ മാത്രം തീർന്നില്ല. നിങ്ങൾ എന്തിനാ അതിനകത്ത് കയറി പിടിക്കുന്നത്? എന്റെ കല്യാണം മുടക്കി നിൽക്കുന്നത്. ഏതാ സംഭവം എന്താണെന്നറിയാവോ? ഞാനൊരു 2 പെഗ് അടിച്ചാ ഞാൻ കുഴയാണെന്നുള്ള കാര്യം നിനക്കറിയാവല്ലേ? അറിയാം. രാവിലെ ഞാൻ 2 പെഗ് അടിച്ചു പോയി. അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. വെള്ളം അടിച്ചിട്ടാണ് കല്യാണത്തിന് വന്നത്. അമ്മ, ഇയാള് വെള്ളം അടിച്ചിട്ട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അമ്മച്ചേ, അമ്മ മിണ്ടാത്ത എന്താ? അവള് മിണ്ടത്തില്ലടാ. അവളാ ഇരുന്ന 2 പെക്കല്ലേ എനിക്ക് തന്നത്.
അമ്മേ സമ്മതിക്കണം കേട്ടോ. സമ്മതിക്കണം, അവളെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അവള് ബാക്കി 3 പെക്കറ്റടിച്ചും കല്ല് പോലല്ലേ അവള് പന്തലിരുന്നത്. രണ്ടുപേരും കൂടെ എന്റെ കല്യാണം മുടക്കിയതല്ലേ? സമാധാനം പറയാം. നീ സമാധാനപ്പെട്. ഞാനായിട്ടാണ് നിന്റെ കല്യാണം മുടക്കിയതെങ്കിൽ അതിനൊരു പരിഹാരം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എന്താ? അപ്പുറത്തെ വീട്ടിലെ മീനാശിയെ കൊണ്ട് ഞാൻ നിന്നെ അങ്ങ് കെട്ടിക്കാൻ പോകുന്നു. ആ 2 കെട്ടി ബന്ധം ഒഴിക്കുന്ന തള്ളയെ കൊണ്ടോ? അതെന്തോ അവർക്ക് കുഴപ്പമെന്തോ? കുഴപ്പമെന്തോ? നിങ്ങൾ കെട്ടിക്കാൻ പോകണം. അല്ലാതെ നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കും.